ഇടുക്കിയിലേക്കാണ്. വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിലെ കടുവയെ പിടികൂടാനുള്ള ദൗത്യത്തിനായി സ്നിഫറിനെ എത്തിച്ചു. കാലിന് പരുക്കേറ്റ കടുവ അവശനിലയിലാണ്. കടുവയെ പിടികൂടാത്തതിൽ നാട്ടുകാർക്കിടയിൽ പ്രതിഷേധം ശക്തമാണ്. ഇറങ്ങി പോകണ്ടേ, പണിക്കൊക്കെ പോകണ്ടേ, വലിയ ബുദ്ധിമുട്ടല്ലേ. പിള്ളേരുമുണ്ട്, സ്കൂൾ പിള്ളേരുണ്ട്. ഞങ്ങൾക്ക് പെരിയാർ പോകണം. നൈറ്റൊക്കെ ഇറങ്ങാൻ പറ്റിയല്ല. நீண்டு போகிறீங்க, அதனால் கூடிய சீக்கிரம் நீங்கள் பிடிக்கணும். பிடிச்சி இதுக்கு ஒரு தீர்மானம் எடுக்கணும். நீங்கள் எடுக்காமல் இருந்தால் சரியாகாது. போகிறாங்க என்னன்னா அதை பிடிச்சா தான் சரியாக வரும். நேற்றுலாம் இருந்துச்சு, நேற்று வந்தாங்க, இங்கே இருந்து அதை பிடிக்கணும்ல, போய் பிடிச்சா தான் சரியாக வரும். சின்ன சின்ன பிள்ளைகள் இருக்குது, பக்கத்தில் வீடுகள் இருக்குது. ഇത് പിടിക്കണം, എങ്ങനെയും പിടിക്കണം. ഇത് ഭയങ്കര പേടിയാണ്. ഞങ്ങൾക്കൊക്കെ പണിക്ക് പോകുന്ന ഫാക്ടറി 6 മണിക്കൊക്കെ പണിക്ക് പോകുന്നുണ്ട്. മൂടൽമഞ്ഞ് നിരീക്ഷണത്തിന് തടസ്സം സൃഷ്ടിക്കുന്നുവെന്ന് എരുമേലി റേഞ്ച് ഓഫീസർ കെ ഹരിലാൽ പറഞ്ഞു. സ്പെസിഫിക് ലൊക്കേഷൻ നമുക്കിപ്പോൾ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ല മിസ്റ്റും കാര്യങ്ങളും ഉണ്ട്. ചെറിയ മൂവ്മെൻറ്റ് ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതൊന്ന് ട്രാക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. കറക്റ്റ് ലൊക്കേഷൻ ട്രാങ്കുലൈസിംഗ് ആണ് ഇന്നത്തെ നമ്മുടെ മെത്തേഡ്. അപ്പോൾ നമ്മൾ എപ്പോൾ അതിനെ കാണുന്നു ആ ടെറൈൻ നമ്മൾ നോക്കി കൃത്യമായിട്ട് സജ്ജീകരണങ്ങളെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. കണ്ടെത്തുന്നു അപ്പോൾ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുത്തോളം വീക്കാണെന്ന് പറയുള്ളൂ. അത് എത്രത്തോളം മോശമാണെന്നുള്ളത് നമുക്കിപ്പോൾ അറിയാൻ പറ്റിയിട്ടില്ല. ചെറിയ മൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളത്. വണ്ടിപ്പെരിയാറിൽ നിന്ന് രാഹുൽ വിജയൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി. രാഹുൽ, സ്റ്റിഫർ ഡോഗിനെ കൂടി എത്തിച്ചിരിക്കുകയാണ്. ഈ കടുവയുടെ ആരോഗ്യനില വളരെ മോശമാണ് എന്ന വിവരം ലഭിക്കുന്നുണ്ട്. അത് മയക്കുവെടി താങ്ങാൻ കഴിയുമോ എന്നൊക്കെയുള്ള സംശയമുണ്ട്. പക്ഷെ മറ്റു മാർഗമില്ല എന്നാണ് ഇന്ന് വനം മന്ത്രി വ്യക്തമാക്കിയത്. എങ്ങനെയാണ് ഇതിനുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? അനുജ, ഇന്നലെ വൈകിട്ട് വരെ ഈ ഡ്രോണിൽ ഈ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു. അത് എവിടെയാണ് ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനും കഴിഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ അങ്ങനെയല്ല. കടുവ എവിടെയാണ് ഉള്ളതെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തേക്കടിയിൽ നിന്ന് സ്നിഫർ ഡോഗിനെ കൊണ്ടുവന്നുള്ളൊരു തെരച്ചിൽ ഇപ്പോൾ നടത്തുന്നത്. രാവിലെ ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട്, ഈ മയക്കുവെടി വെക്കുന്ന ദൗത്യവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം നിലനിന്നിരുന്നു. എന്തായാലും താൽക്കാലികമായിട്ടെങ്കിലും അതിനൊരു പരിഹാരം ഉണ്ടാകുന്നു. സ്നിഫർ ഡോഗിനെ കൊണ്ടുവന്ന് ഈ കടുവയെ കണ്ടെത്തുക എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്ക് അവർ നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ഉണ്ടായിരുന്ന ചോല വനപ്രദേശത്ത് ഇന്ന് രാവിലെ ഈ സ്നിഫർ ഡോഗ് ഉൾപ്പെടെ സംവിധാനങ്ങളോടുകൂടി പരിശോധന നടത്തിയെങ്കിലും ആ മേഖലയിൽ കടുവയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ചതുപ്പിനടുത്ത് തന്നെ കടുവ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്നാണ് വനംവകുപ്പ് കണക്ക് കൂട്ടിയിരുന്നത്. പക്ഷേ അങ്ങനെയല്ല, ആ മേഖലയിൽ ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ രണ്ട് ഭാഗത്തും ഈ രണ്ട് സംഘങ്ങളായി തിരിഞ്ഞ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന്, ഈ കാലിന് പരിക്കേറ്റതായതുകൊണ്ട് തന്നെ കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കടുവ എന്നുള്ളതായിരുന്നു വനംവകുപ്പ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇത് കൂടുതൽ ദൂരം സഞ്ചരിച്ചിരിക്കുന്നു, ഒരല്പ ദൂരത്തേക്ക് മാറിയിരിക്കുന്നു. ഇതേത് മേഖലയിലാണ് കടുവ ഉള്ളതെന്ന് ഇപ്പോൾ കണ്ടെത്താൻ കഴിയാത്തൊരവസ്ഥ. സ്വാഭാവികമായിട്ടും അത് നാട്ടുകാരെ ആശങ്കയിലാഴ്ത്തുന്ന കാര്യമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഈ മേഖലയിലുള്ള ആളുകൾ ജോലിക്കുൾപ്പെടെ പോകാതെ ഇരിക്കുകയാണ്. അവർക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന വലിയ പ്രതിസന്ധി കടുവ ജനവാസ മേഖലയിൽ ഇറങ്ങിയതോടുകൂടി ഉണ്ടായിട്ടുണ്ട്. അതിനൊരു പരിഹാരമുണ്ടാകാൻ എന്ന വിധത്തിലാണ് ഈ മയക്കുവെടി വെച്ച് പിടികൂടാൻ തീരുമാനിച്ചത്. പക്ഷേ ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ ഈ കടുവയെ പിടികൂടാമായിരുന്നു. വനംവകുപ്പ് അതിന് തയ്യാറായില്ല എന്നുള്ളൊരു പരാതി കൂടി നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ ചെറിയ തരത്തിലെങ്കിലും ഒരു പ്രതിഷേധം ഉണ്ടായി. എന്തായാലും കടുവയെ പിടികൂടുക, കടുവയെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ ഇപ്പോൾ നിലവിൽ ഈ സ്നിഫർ ഡോഗിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ നടത്തുകയാണ്. സമാന്തരമായി തന്നെ ഈ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള നിരീക്ഷണവും, തെർമൽ സ്കാനിംഗ് ഡ്രോണാണ്. അത് ചൂട് ഡിറ്റക്ട് ചെയ്ത് ഈ കടുവ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയുള്ള തെരച്ചിൽ കൂടി നടത്തുന്നുണ്ട്. എന്തായാലും കണ്ടാൽ ഉടൻ മയക്കുവെടി എന്നുള്ളതാണ് കോട്ടയം DFO വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ശരി, വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ദൗത്യം പുരോഗമിക്കുകയാണ്. വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിലെ കടുവ അവശനിലയിലാണ്. ആ കടുവ എവിടെയാണ് എന്നുള്ളത് കണ്ടെത്താൻ സ്നിഫർ ഡോഗിനെ എത്തിക്കുന്നു. ഒപ്പം തന്നെ ഡ്രോൺ നിരീക്ഷണവുമുണ്ട്. കണ്ടെത്തിയാൽ ഉടൻ തന്നെ മയക്കുവെടി വെച്ച് കൂട്ടിലേക്ക് മാറ്റി ചികിത്സ നൽകുക എന്നുള്ളതാണ് വനം വകുപ്പിന്റെ ദൗത്യം.